നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ മന്ത്രിസഭാ തീരുമാനം. പദ്ധതിക്കായി പുറപ്പെടുവിച്ച എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദാക്കും. ഓഗസ്റ്റ് 31 കാലാവധി അവസാനിക്കുന്ന എല്ലാ PSC റാങ്ക് ലിസ്റ്റുകളും നവംബർ 30 വരെ നീട്ടി. ഇന്ധന വില വർധനവ് തുടരുന്നു. 5 ദിവസത്തിനിടെ വീണ്ടും വർധനവ്. പെട്രോൾ ലിറ്ററിന് 95 പൈസയും ഡീസലിന് 96 പൈസയും വർദ്ധിപ്പിച്ചു. പ്രൊഫസർ ആർ ഗംഗാപ്രസാദിന്റെ സ്മരണയ്ക്കായുള്ള പുരസ്കാരം SP രവിക്ക്. 22,511 രൂപയും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. ഗംഗാപ്രസാദ് ഫൗണ്ടേഷന്റെയും CPIയുടെയും നേതൃത്വത്തിലാണ് അനുസ്മരണവും പുരസ്കാര വിതരണവും. വിശദമായ വാർത്തകളിലേക്ക്. ഒന്നാം പിണറായി സർക്കാർ കൊണ്ടുവന്ന സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ തീരുമാനം. മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. ഓഗസ്റ്റ് 31 കാലാവധി അവസാനിക്കുന്ന എല്ലാ PSC റാങ്ക് ലിസ്റ്റുകളുടെയും കാലാവധി നവംബർ 30 വരെ ദീർഘിപ്പിക്കാൻ PSCക്ക് ശുപാർശ ചെയ്യും. 100 ദിന കർമ്മ പരിപാടിയും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഒന്നാം പിണറായി സർക്കാർ കൊണ്ടുവന്ന സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചു. പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദാക്കും. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ അതിന്റെ സ്വഭാവമനുസരിച്ച് പിൻവലിക്കാനുള്ള ശുപാർശ കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കാൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സിൽവർ ലൈൻ പദ്ധതിയുടെ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് സ്ഥാപിച്ച മഞ്ഞക്കുറ്റികൾ നീക്കം ചെയ്യുന്നതിന് റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകി. സിൽവർ ലൈൻ പദ്ധതി ജനങ്ങൾക്കുണ്ടാക്കുന്ന പ്രയാസം നേരിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പദ്ധതി നടക്കുന്നില്ലെന്ന് മാത്രമല്ല, പദ്ധതി ഉപേക്ഷിച്ചിട്ടുമില്ല. നിരവധി വർഷങ്ങളായി ഈ ഭൂമി വാങ്ങാനോ വിൽക്കാനോ സാധാരണക്കാർക്ക് സാധിക്കുന്നില്ല. സിൽവർ ലൈനിനെ എതിർത്ത് ഞങ്ങൾ സമരം ചെയ്തതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രധാന തീരുമാനമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനം, തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള തീരുമാനമെടുത്തു. പ്രസ്തുത പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. ഡീനോട്ടിഫിക്കേഷൻ. കാരണം ഈ പദ്ധതി നടക്കുന്നില്ല, പദ്ധതി ഉപേക്ഷിക്കുകയും ചെയ്തു. നിരവധി വർഷങ്ങളായി ഈ ഭൂമി വിൽക്കാനോ വാങ്ങാനോ ഇതൊന്ന് പണയപ്പെടുത്താനോ മകളുടെ വിവാഹത്തിന് ഒരു ലോൺ എടുക്കാൻ പോലും പറ്റാതെ ഈ സാധാരണക്കാരായ ആളുകൾ മുഴുവൻ വിഷമിക്കുകയാണ്. അതുകൊണ്ടാണ് ഏതായാലും പദ്ധതി ഉപേക്ഷിച്ചത് കൊണ്ട് ആ പദ്ധതി കേന്ദ്ര ഗവൺമെന്റും അംഗീകാരം തന്നില്ല. ഞങ്ങളതിനെ എതിർത്ത്, സിൽവർ ലൈൻ എതിർത്ത് ഞങ്ങൾ സമരം ചെയ്തതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഉത്തരവ് റദ്ദാക്കാനും ഈ ഭൂമി ഏറ്റെടുക്കൽ നോട്ടിഫിക്കേഷൻ ഡീനോട്ടിഫൈ ചെയ്യാനുമുള്ള സുപ്രധാനമായ തീരുമാനം എടുത്തിട്ടുണ്ട്. സിൽവർ ലൈനിന് വേണ്ടി മഞ്ഞക്കുറ്റി കുഴിച്ചിട്ട സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് സ്ഥലം വിൽക്കാനോ പണയപ്പെടുത്താനോ പറ്റാത്ത പ്രതിസന്ധി വർഷങ്ങളായി നിലനിന്നിരുന്നു. പദ്ധതിയുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടാകുമോ എന്ന ആശങ്കയായിരുന്നു ജനങ്ങൾക്ക്. പദ്ധതി ഉപേക്ഷിച്ചിട്ടും വിജ്ഞാപനം റദ്ദാക്കിയിരുന്നില്ല. കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് അനുമതി ലഭിച്ചാൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാം എന്ന തീരുമാനത്തിലായിരുന്നു കഴിഞ്ഞ മന്ത്രിസഭ. ഇതാണ് ഇപ്പോൾ VD സതീശൻ മന്ത്രിസഭ റദ്ദാക്കിയത്. 2026 ഓഗസ്റ്റ് 31 കാലാവധി അവസാനിപ്പിക്കുന്ന എല്ലാ PSC റാങ്ക് ലിസ്റ്റുകളുടെയും കാലാവധി നവംബർ 30 വരെ ദീർഘിപ്പിക്കാൻ PSCക്ക് ശുപാർശ ചെയ്യാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനവും തെരഞ്ഞെടുപ്പ് പ്രചാരണവും മൂലം PSCക്ക് നിയമന ഉത്തരവ് നൽകാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് കാലാവധി 3 മാസത്തേക്ക് നീട്ടുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 100 ദിന കർമ്മ പരിപാടിയും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രകടന പത്രികയിലുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുതിർന്ന IAS ഉദ്യോഗസ്ഥർക്കെതിരെ എടുത്ത നടപടികൾ പുനഃപരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്. വിദ്യാഭ്യാസ, സാംസ്കാരിക, പരിസ്ഥിതി മേഖലകളിലെ സജീവ സാന്നിധ്യമായിരുന്ന പ്രൊഫസർ ആർ ഗംഗാപ്രസാദിന്റെ സ്മരണയ്ക്കായുള്ള പുരസ്കാരം SP രവിക്ക്. കേരള നദീ സംരക്ഷണ സമിതി പ്രസിഡന്റാണ് SP രവി. 22,511 രൂപയും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. 22 അവാർഡ് സമ്മാനിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഗംഗാപ്രസാദ് ഫൗണ്ടേഷന്റെയും CPIയുടെയും നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക, പരിസ്ഥിതി മേഖലകളിൽ നേതൃത്വപരമായി പങ്കുവഹിക്കുകയും സജീവ സാന്നിധ്യവുമായിരുന്ന പ്രൊഫസർ ആർ ഗംഗാപ്രസാദിന്റെ 15ാമത് ചരമവാർഷികത്തിന്റെ ഭാഗമായാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. ആർ ഗംഗാപ്രസാദ് ഫൗണ്ടേഷന്റെയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുന്നത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് ഗംഗാപ്രസാദ് അനുസ്മരണം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഗംഗാപ്രസാദ് സ്മാരക പുരസ്കാരം ചാലക്കുടി പൂജ സംരക്ഷണ സമിതി സെക്രട്ടറിയും
കേരള നദീ സംരക്ഷണ സമിതി പ്രസിഡന്റും റിവർ റിസർച്ച് സെന്റർ ഡയറക്ടറുമായ SP രവിക്ക് സമ്മാനിക്കും. 22-ന് നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നതെന്ന് ചവറ KS പിള്ള, ഭരണസമിതി അംഗങ്ങളായ KNK നമ്പൂതിരി, പ്രേംജി പ്രസാദ് എന്നിവർ അറിയിച്ചു. 22,511 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. പരിസ്ഥിതി രംഗത്തെ ശ്രദ്ധേയമായ സംഭാവനകൾക്കാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. പരിസ്ഥിതി മേഖലയിൽ നേതൃനിരയിൽ തൻ്റേതായ വ്യക്തിത്വം പുലർത്തി പ്രവർത്തിച്ച ഒരു വ്യക്തിത്വം, സാംസ്കാരിക പുരോഗമന സാഹിത്യ സാംസ്കാരിക മേഖലയിലെ സജീവ സാന്നിധ്യം, ഇത്തരത്തിലെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയ പ്രൊഫസർ R. ജയപ്രദ സാറിൻ്റെ 15ാമത് അനുസ്മരണ സമ്മേളനം ഈ 22-ന് വൈകുന്നേരം 5 മണിക്ക് ശാസ്താംകോട്ട ജെമിനി ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ്. ഈ സമ്മേളനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി വിനോദ് വിശ്വം ഉദ്ഘാടനം ചെയ്യുന്നു. ജില്ലാ സെക്രട്ടറി PS സുബാൻ അനുസ്മരണ ഭാഷണം നടത്തുന്നു. വിവിധ മേഖലകളിലെ സംയുക്തമായിട്ട് തങ്ങൾ പരിപാടി പങ്കെടുക്കുന്നു. ഫൗണ്ടേഷൻ്റെ പ്രവർത്തന മേഖലയിൽപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ തുടക്കം ചെയ്തു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഓൾ ഇന്ത്യ ബാങ്ക് പെൻഷനേഴ്സ് ആൻഡ് റിട്ടയറീസ് കോൺഫെഡറേഷൻ ത്രൈവാർഷിക സംസ്ഥാന സമ്മേളനം 20-ന് കൊല്ലത്ത് നടക്കും. രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകൾ, സ്വകാര്യ ബാങ്കുകൾ, പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ എന്നിവയിൽ നിന്നുള്ള ബാങ്ക് പെൻഷൻകാരെയും വിരമിച്ച ജീവനക്കാരെയും പ്രതിനിധീകരിക്കുന്ന ദേശീയ സംഘടനയാണ് കോൺഫെഡറേഷൻ. C. കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാളിലാണ് സമ്മേളനം നടക്കുന്നതെന്ന് ഭാരവാഹികൾ കൊല്ലത്ത് അറിയിച്ചു. രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകൾ, സ്വകാര്യ ബാങ്കുകൾ, പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ എന്നിവയിൽ നിന്നുള്ള ബാങ്ക് പെൻഷൻകാരെയും വിരമിച്ച ജീവനക്കാരെയും പ്രതിനിധീകരിക്കുന്ന ദേശീയ സംഘടനയാണ് ഓൾ ഇന്ത്യ ബാങ്ക് പെൻഷനേഴ്സ് ആൻഡ് റിട്ടയറീസ് കോൺഫെഡറേഷൻ. കോൺഫെഡറേഷന്റെ 5ാമത് ത്രൈവാർഷിക സംസ്ഥാന സമ്മേളനമാണ് 20-ന് കൊല്ലം C. കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാളിൽ നടക്കുന്നത്. 2012 ബാങ്ക് ജീവനക്കാരുടെ ബൈപാർട്ടി സെറ്റിൽമെന്റിനോടൊപ്പം ഇപ്പോൾ ഒരു ചാർട്ടർ ഡിമാൻഡ്സ് വെച്ചിരുന്നു റിട്ടയർ ചെയ്തവരുടെ കാര്യങ്ങൾ. പക്ഷേ അതിൽ കാര്യമായ ഒരു പരിഹാരങ്ങളും ഉണ്ടായില്ല. 2017 നടന്ന ബൈപാർട്ടികളിൽ വീണ്ടും ഒരു ചാർട്ടർ ഡിമാൻഡ്സ് കൊടുത്തു. അതിലും കാര്യമായ പരിഹാരമൊന്നും ഉണ്ടായില്ല. പിന്നീട് മറ്റാരുടെയും സഹായമില്ലാതെ ഈ സംഘടനയുടെ നേതൃത്വത്തിൽ തന്നെയുള്ള പരിശ്രമങ്ങൾ ആണ് തുടങ്ങുന്നത്. അത് പലതരത്തിൽ, അതായത് ബന്ധപ്പെട്ട അധികാരികളായിട്ടുള്ള IBA, അതുപോലെ തന്നെ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ്റെയും സെക്രട്ടറി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ്, അതുപോലെ തന്നെ വിവിധ MP-മാർ, വിവിധ മന്ത്രിമാർ, ഫിനാൻസ് മിനിസ്റ്റർ തുടങ്ങിയ എല്ലാ ആൾക്കാരെയും നമ്മൾ സമീപിച്ച് മെമ്മറാണ്ടങ്ങൾ കൊടുക്കുകയും നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു. അതുകൂടാതെ ഇന്ത്യയൊട്ടുക്കും പല സംസ്ഥാനങ്ങളിലുമായിട്ട് ധർണകൾ, പ്രകടനങ്ങൾ, അങ്ങനെയുള്ള അജിറ്റേഷണൽ പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. ജന്തർ മന്ദറിൽ 2024 ഒക്ടോബറിൽ നടത്തിയ ഒരു ധർണയാണ് അങ്ങനെയുള്ളതിൽ ഏറ്റവും അവസാനത്തേത്. കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ കേരളത്തിൽ ഈ ഐപാർക്ക് എന്നുള്ള സംഘടനയ്ക്ക് എല്ലാ ജില്ലകളിലും ജില്ലാ കമ്മിറ്റി ഉണ്ട്. ഇപ്പോൾ അതിനപ്പുറത്തേക്ക് ചെറിയ ചെറിയ പ്രദേശങ്ങളിൽ ടൗൺ കമ്മിറ്റികൾ തുടങ്ങിയിട്ടുണ്ട്. കാരണം എല്ലാവരും പ്രായമായ ആൾക്കാരാണ്. അപ്പോൾ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് എത്താനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് ഞങ്ങൾ അങ്ങനെയുള്ള ഒരു സംവിധാനം ആലോചിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ആൾക്കാർക്ക് ഇതിൽ പങ്കെടുക്കാനും ഇൻവോൾവ് ചെയ്യാനും കഴിയുന്നുണ്ട്. ഫെഡറേഷൻ ഓഫ് SBI പെൻഷനേഴ്സ് അസോസിയേഷൻസ് എന്നിവയോടൊപ്പം ബാങ്ക് പെൻഷൻകാരുടെയും വിരമിച്ച ജീവനക്കാരുടെയും ദീർഘകാലമായി നിലനിൽക്കുന്ന വിവിധ ആവശ്യങ്ങൾക്കായി സംഘടന പ്രവർത്തിച്ചു വരികയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കൊല്ലം മേയർ AK ഹഫീസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് ടോം തോമസ് അധ്യക്ഷത വഹിക്കും. സുപ്രീത സർക്കാർ, S. രാജേഷ്, M. സുരേഷ്, R. ചന്ദ്രസേനൻ, PB തോമസ് തുടങ്ങിയവർ പങ്കെടുക്കും. ബാങ്ക് പെൻഷൻകാരുടെ ദീർഘകാലമായി നിലനിൽക്കുന്ന ന്യായമായ ആവശ്യങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ടോം തോമസ്, സെക്രട്ടറി ശ്രീകുമാർ B, R. ചന്ദ്രസേനൻ, PB തോമസ്, എബ്രഹാം ഷാജി ജോൺ, S. രാജൻ, P. വേണുഗോപാൽ തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഇന്ധന വില വർധനവ് തുടരുന്നു. 5 ദിവസത്തിനിടെ വീണ്ടും വർധനവ്. പെട്രോൾ ലിറ്ററിന് 95 പൈസയും ഡീസലിന് 96 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ ഒരാഴ്ചയ്ക്കുള്ളിൽ പെട്രോളിനും ഡീസലിനും 4 രൂപയിലേറെ കൂടി. ഒരാഴ്ചക്കിടെ ഇത് 3ാം തവണയാണ് വില വർദ്ധിപ്പിക്കുന്നത്.
രാജ്യത്ത് ഇന്ധന വില വർധനവ് തുടരുന്നു. 5 ദിവസത്തിനിടെ വീണ്ടും പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചു. പെട്രോൾ ലിറ്ററിന് 95 പൈസയും ഡീസലിന് 96 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ ഒരാഴ്ചക്കുള്ളിൽ പെട്രോളിനും ഡീസലിനും 4 രൂപയിലേറെ വർദ്ധിച്ചു. ഒരാഴ്ചക്കിടെ ഇത് 3-ാം തവണയാണ് ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത്. പ്രീമിയം പെട്രോളിനും ഡീസലിനും സമാനമായ വർധനവുണ്ട്. വില വർധനവ് നിലവിൽ വന്നതോടെ കൊച്ചിയിൽ 1 ലിറ്റർ പെട്രോൾ വില 109.85 രൂപയായി ഉയർന്നു. ഡീസൽ വില 98.73 രൂപയാണ്. തിരുവനന്തപുരത്ത് പെട്രോളിന് 111.71 രൂപയാണ്. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചു കയറിയതിനെ തുടർന്നാണ് ജനത്തിന് മേൽ കടുത്ത ഭാരമായി വീണ്ടും ഇന്ധന വില ഉയർത്തിയത്. അടുത്ത ദിവസങ്ങളിൽ വീണ്ടും വില വർദ്ധിച്ചേക്കാമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്. രാജ്യത്തെ തെരുവ് നായ പ്രശ്നം പരിഹരിക്കാൻ സുപ്രധാന നിർദ്ദേശങ്ങളുമായി സുപ്രീം കോടതി. അക്രമകാരികളായ തെരുവ് നായകളെ ദയാവധം ചെയ്യാം. തെരുവ് നായ്ക്കൾക്കെതിരെ നടപടിയെടുക്കുന്ന മുനിസിപ്പൽ ജീവനക്കാർക്ക് നിയമപരമായ സംരക്ഷണം നൽകണം. സ്കൂളുകൾ, കോളേജുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന തെരുവ് നായ്ക്കളെ നീക്കാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. രാജ്യത്തെ തെരുവ് നായ പ്രശ്നം പരിഹരിക്കാനാണ് സുപ്രീം കോടതി സുപ്രധാനമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. പ്രകടമായും അപകടകാരികളും ആക്രമണാത്മക സ്വഭാവമുള്ള തെരുവ് നായകളെ ദയാവധം ചെയ്യാമെന്നാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന ഉത്തരവ്. ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത, NJ അൻജാരിയ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് നിർണായക ഉത്തരവ്. സ്കൂളുകൾ, കോളേജുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ അലിഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന തെരുവുനായകളെ വന്ധ്യംകരണത്തിന് ശേഷം ഷെൽട്ടറിലേക്ക് മാറ്റണം. എവിടെ നിന്നാണോ തെരുവുനായകളെ പിടികൂടുന്നത് അവിടെ തുറന്നു വിടരുത് എന്ന മുന്നുത്തരവിൽ ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. പൗരന്മാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമാണ്. ഏതെങ്കിലും ഒരു ജീവിയെ പേടിച്ച് സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കാനാകില്ല. പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തെരുവുനായകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം. സർക്കാരുകൾക്ക് മൂകസാക്ഷിയായിരിക്കാൻ കഴിയില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ABC ചട്ടങ്ങൾ പൂർണ്ണമായും നടപ്പാക്കിയെങ്കിൽ ഇപ്പോഴത്തെ പ്രതിസന്ധി ഉണ്ടാവില്ലായിരുന്നു. രാജ്യത്ത് എല്ലാ ജില്ലകളിലും ചുരുങ്ങിയത് ഒരു ABC സെന്ററെങ്കിലും വേണം. ജനസാന്ദ്രതയുള്ള ജില്ലകളിൽ അതിനനുസരിച്ച് എണ്ണം കൂട്ടാം. ആന്റി റാബിസ് വാക്സിൻ ഉറപ്പാക്കണം. ദേശീയപാതകൾ, മറ്റു റോഡുകൾ, എക്സ്പ്രസ് വേകൾ എന്നിവിടങ്ങളിൽ നിന്ന് അലിഞ്ഞു തിരിയുന്ന കന്നുകാലികൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ നീക്കം ചെയ്യാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്. കളിമൺ ശില്പനിർമ്മാണ ക്യാമ്പ് സംഘടിപ്പിച്ചു. കൃഷ്ണപുരം സാഗ ആർട്സ് ഗ്രൂപ്പും കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഘടനയും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. മുഖാമുഖം എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ 30 കലാകാരന്മാർ പങ്കെടുത്തു. കൃഷ്ണപുരം സാഗ ആർട്സ് ഗ്രൂപ്പും കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഘടനയും സംയുക്തമായാണ് കളിമൺ ശില്പനിർമ്മാണ ക്യാമ്പ് സംഘടിപ്പിച്ചത്. മുഖാമുഖം നോക്കി അന്യോന്യം മുഖരൂപം മെനയുന്ന കൗതുകകരമായ ശില്പനിർമ്മാണം ഗവൺമെന്റ് ബോയ്സ് UPSലാണ് സംഘടിപ്പിച്ചത്. 2016 ആരംഭിച്ച കൃഷ്ണപുരം സാഗ ഇതിനോടകം 20-ലധികം ചിത്ര പ്രദർശനങ്ങളും ചിത്രകലാ ക്യാമ്പുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതാദ്യമായിട്ടാണ് ഒരു ശില്പ നിർമ്മാണ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഇതിന് നേതൃത്വം നൽകുന്നത് ശ്യാംലാൽ കൊല്ലം ആണ്. അദ്ദേഹം പ്രമുഖ ശില്പ നിർമ്മാണ കലാകാരൻ കൂടിയാണ്, ഒപ്പം ചിത്രകാരനും കൂടിയാണ്. കൃഷ്ണപുരം സാഗ ആരംഭിച്ചതിന് ശേഷം ആദ്യമായി സംഘടിപ്പിക്കുന്ന ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ പലതാണെങ്കിലും പല സ്ഥലത്തു നിന്ന്, അതായത് കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിൽ നിന്നും ഉള്ള 30-ലധികം കലാകാരന്മാരാണ് ഇന്ന് ഈ ശില്പ നിർമ്മാണ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ചിത്രശില്പകാരൻ ശ്യാംലാൽ കൊല്ലം ക്യാമ്പിന് നേതൃത്വം നൽകി. ചിത്രകലാ ക്യാമ്പുകളും ഇങ്ങനെയൊക്കെയുള്ള ക്യാമ്പുകളാണ് സാധാരണ നടക്കാറുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി കളിമണ്ണിൽ രൂപങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ക്യാമ്പ്, അത് ഒരു പുതുമയുള്ള ക്യാമ്പാണ്. ആദ്യം നമ്മൾ ഉദ്ദേശിച്ചത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് അവരുടെ രൂപങ്ങൾ സ്വന്തം സുഹൃത്തിൻ്റെ രൂപം മെനയുക എന്നാണ്. അപ്പോൾ ഇപ്പോൾ അങ്ങനെയല്ല, ചിലരൊക്കെ അവരവരുടെ രൂപം തന്നെ മെനയുന്നുണ്ട്. ഇത് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. കാരണം ഈ കളിമണ്ണ് ശില്പ നിർമ്മാണം എന്നൊക്കെ പറയുന്നത് വളരെയധികം നമുക്ക് എന്താ പറയുക, മാനസിക ഉല്ലാസം നൽകുന്ന ഒരു കലാരൂപമാണ്. ഇതിൻ്റെ വളരെ പരിചയസമ്പന്നരായ അധ്യാപകരും ഈ രംഗത്ത് പ്രാവീണ്യം സൃഷ്ടിച്ചവരും ഉള്ള ഒരുപാട് അധ്യാപകർ ഈ കൂട്ടത്തിലുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 30 കലാകാരന്മാരാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. കേരളത്തിലെ പ്രമുഖ കൂട്ടായ്മയായ ആർട്ടിസ്റ്റുകളുടെ കൂട്ടായ്മയായ സാഗയാണ് മുഖാമുഖം എന്ന് പറയുന്ന ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് കളിമൺ ശില്പത്തിൽ പോർട്രേറ്റ് രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത് വേറിട്ട ഒരു ക്യാമ്പാണ്. സാധാരണഗതിയിൽ ഒരാളെ മോഡൽ നിർത്തി മറ്റുള്ളവർ ചെയ്യുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ.
അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ക്യാമ്പിൽ പങ്കെടുക്കുന്ന 35 ആർട്ടിസ്റ്റുകളുടെയും തമ്മിൽ അവർ നോക്കി മുഖാമുഖം നിന്നുകൊണ്ട് അവരുടെ വർക്കുകൾ പൂർത്തീകരിക്കുകയും ക്യാമ്പ് തീരുമ്പോൾ പങ്കെടുത്തിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും ഒരു പോർട്രേറ്റ് കളിമണ്ണിൽ രൂപപ്പെടുന്നു. കൗൺസിലർ പ്രമീള ബാബുരാജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കായംകുളം ബോയ്സ് ഹൈസ്കൂളും അതുപോലെ തന്നെ ബോയ്സ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ, പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഘടനകളും സാഖയും ചേർന്ന് ഇന്ന് ഇങ്ങനെ ഇത്രയും വലിയൊരു സംരംഭം, കാരണം സംരംഭം എന്നല്ല, ഒരു വലിയൊരു ശില്പശാല എന്ന് പറയാം അല്ലേ. അപ്പം കളിമണ്ണിൽ തീർത്ത് പല വിധമായ രൂപങ്ങളും, സാർ പറഞ്ഞ പോലെ മനുഷ്യർ ഓരോരുത്തരെ മുഖാമുഖം എന്ന പരിപാടിയാണിത്. അപ്പോൾ ഓരോരുത്തരുടെയും മുഖാമുഖം എന്ന് പറയുമ്പോൾ ഒരാൾ മറ്റൊരാളിനെ നോക്കി ആ വ്യക്തിയുടെ രൂപം കളിമണ്ണിൽ നിർമ്മിക്കുന്നതായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ഇന്നിപ്പം അതിലും വ്യത്യസ്തമായിട്ട് അവരവരുടെയും നിർമ്മിക്കുന്നു, അതുപോലെ നോക്കി മറ്റുള്ളവരുടെയും നിർമ്മിക്കുന്നു. അങ്ങനെ വിവിധ കലാപരമായ രൂപങ്ങൾക്ക് രൂപം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് എൻ സുകുമാരപിള്ള, സെക്രട്ടറി കുമ്പളത്ത് മധുകുമാർ, ഹരികുമാർ കൊട്ടാരം, സുദർശനൻ ആലുംമൂട്ടിൽ, പ്രേംജിത്ത് കായംകുളം, ഭദ്രൻ കാർത്തിക, പ്രണവം ശ്രീകുമാർ, ഷമീർ ഹരിപ്പാട്, ശ്രീകുമാർ വെൺപാലക്കര തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. മഴക്കാല ശുചീകരണം നടത്തി. ചവറ പഞ്ചായത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. ഗ്രാമപഞ്ചായത്തിലെ 24 വാർഡുകളിലും ശുചീകരണം നടന്നു. ചവറ ഗ്രാമപഞ്ചായത്തിലാണ് മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. ഗ്രാമപഞ്ചായത്തിലെ 24 വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. പഞ്ചായത്ത് തല ഉദ്ഘാടനം കൊറ്റൻകുളങ്ങര വാർഡിലാണ് നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബികാദേവി ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്തിലെ വാർഡുകളിൽ പഞ്ചായത്ത് അംഗങ്ങളായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ചവറ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ മഴക്കാല ശുചീകരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൊറ്റംകുളങ്ങര വാർഡിൽ ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബിക ദേവി ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ ഭാഗമായി എൻ്റെ വാർഡായ മൂന്നപുരത്ത് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അമ്മവീട് മുതൽ തൊഴിലാളിമുക്ക് വരെ നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികളും ഹരിത കർമ്മസേന ചേച്ചിമാരും മേറ്റുമാരും എല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ അത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, മേറ്റുമാർ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, ചവറ. കല്ലടയാറിന്റെ തീരത്തൊരുക്കിയ പാർക്ക് കാട് കയറുന്നു. തൂക്കുപാലത്തിന്റെയും കല്ലടയാറിന്റെയും ദൃശ്യഭംഗി ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിൽ പുനലൂർ KSRTC ഡിപ്പോയുടെ പിൻഭാഗത്തായാണ് പാർക്ക് നിർമ്മിച്ചിട്ടുള്ളത്. പാർക്കിന് ശാപമോക്ഷം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. കല്ലടയാറിന്റെ തീരത്തൊരുക്കിയ പാർക്കിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നേരത്തെ മുൻ MLA PS സുബാലിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത നിരവധി അവലോകന യോഗങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ നിർമ്മാണത്തിലോ പാർക്ക് തുറക്കുന്നതിലോ കാര്യമായ പുരോഗതി ഉണ്ടായില്ല. ഇടയ്ക്കിടെ നഗരസഭയുടെയോ മറ്റ് സംഘടനകളുടെയോ നേതൃത്വത്തിൽ പേരിന് ശുചീകരണ പ്രവർത്തനം നടക്കാറുണ്ട് എന്നതൊഴിച്ചാൽ സ്ഥിരമായി ഇത് വൃത്തിയാക്കി ജനങ്ങൾക്കായി നൽകാൻ അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ല. പുനലൂരിൽ പുതിയ MLA ചുമതലയേൽക്കുന്ന ഈ സാഹചര്യത്തിൽ മണ്ഡലത്തിലെ പ്രധാന ടൂറിസം പദ്ധതിയായ പാർക്കിന് ശാപമോക്ഷമുണ്ടാകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. പുതിയ ജനപ്രതിനിധി അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ട് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകണമെന്ന ആവശ്യം പുനലൂരിൽ ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇന്ധന വില വർധനവിൽ പ്രതിഷേധിച്ച് രാജ്യവ്യാപകമായി ഫുഡ് ഗ്രോസറി ഡെലിവറി ജീവനക്കാർ പണിമുടക്കിലേക്ക്. ഇന്ധനവിലയ്ക്ക് അനുസൃതമായി ഡെലിവറി ജീവനക്കാർക്ക് നൽകുന്ന അടിസ്ഥാന നിരക്കുകളും കിലോമീറ്റർ അലവൻസുകളും വർദ്ധിപ്പിക്കണം എന്നതാണ് പ്രധാന ആവശ്യം. ഇന്ധനവില കുതിച്ചുയരുന്നത് ഓൺലൈൻ ഫുഡ് ഡെലിവറി മേഖലയെ സാരമായി ബാധിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഫുഡ് ഗ്രോസറി ഡെലിവറി ജീവനക്കാർ പണിമുടക്കിന് ഒരുങ്ങുന്നത്. ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ ഒന്നടങ്കമുള്ളത് സ്വിഗ്ഗി, സൊമാറ്റോ തുടങ്ങിയ ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമുകളിലാണ്. ഇന്ധനവില ഉയർന്നിട്ടും വേതന നിരക്കിലോ ഓർഡർ കമ്മീഷനിലോ വർധനവില്ലാത്തതിനാൽ പ്രതിഷേധമല്ലാതെ മറ്റു മാർഗമില്ലെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ഭക്ഷണ സാധനങ്ങൾ കൃത്യസമയത്ത് ഉപഭോക്താക്കളുടെ പക്കൽ എത്തിക്കാനായി ബൈക്കുകളിൽ കിലോമീറ്ററുകളോളം സഞ്ചരിക്കുന്ന ഫുഡ് ഡെലിവറി ജീവനക്കാർക്ക് തങ്ങൾ അധ്വാനിക്കുന്ന പണത്തിന്റെ വലിയൊരു പങ്ക് ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി മാത്രമായി മാറ്റിവെക്കേണ്ടി വരുന്നു. ഇതോടെ മറ്റ് ചെലവുകൾക്കോ കുടുംബം പുലർത്താനോ പണം തികയുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. നിലവിലെ സാഹചര്യത്തിൽ അടിസ്ഥാന നിരക്കും കിലോമീറ്റർ അലവൻസ് വർദ്ധിപ്പിക്കണമെന്നും പ്രത്യേക ഇന്ധന സബ്സിഡി അനുവദിക്കണമെന്നുമാണ് തൊഴിലാളികളുടെ പ്രധാന ആവശ്യം. താൽക്കാലിക പണിമുടക്ക് കമ്പനികൾക്കുള്ള മുന്നറിയിപ്പാണെന്നും വരും ദിവസങ്ങളിൽ അധികൃതർ അനുകൂലമായ ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ സർവീസുകൾ പൂർണ്ണമായും നിശ്ചലമാക്കിക്കൊണ്ടുള്ള
അനിശ്ചിതകാല സമരങ്ങളിലേക്ക് നീങ്ങുമെന്നും ഡെലിവറി ജീവനക്കാരുടെ സംഘടനകൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര. സ്വകാര്യ ബസ് വ്യവസായം തുടച്ചു നീക്കപ്പെടുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. സ്വകാര്യ ബസ്സുകളിൽ യാത്ര ചെയ്യുന്നത് 60% സ്ത്രീകളാണ്. ഇവർ KSRTCയെ ആശ്രയിക്കുമ്പോൾ സ്വകാര്യ ബസ് വ്യവസായം തകർച്ചയിലേക്ക് പോകും. വിശദമായ പഠനം നടത്താതെയാണ് UDF പ്രഖ്യാപനം നടത്തിയതെന്നും സ്വകാര്യ ബസ് ഉടമകൾ ചൂണ്ടിക്കാട്ടുന്നു. സ്വകാര്യ ബസ് മേഖല നിലവിൽ കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. ബസ് വ്യവസായത്തെ തകർക്കുന്ന സമീപനമാണ് UDF സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നാണ് സ്വകാര്യ ബസ് ഉടമകൾ ചൂണ്ടിക്കാട്ടുന്നത്. സ്വകാര്യ ബസ്സുകളിൽ യാത്ര ചെയ്യുന്നത് 60% സ്ത്രീകളാണ്. ഇവർ KSRTCയെ ആശ്രയിക്കുമ്പോൾ സ്വകാര്യ ബസ് വ്യവസായം തകർച്ചയിലേക്ക് പോകും. വിശദമായ പഠനം നടത്താതെയാണ് UDF പ്രഖ്യാപനം നടത്തിയത്. സൗജന്യ യാത്ര നൽകുമ്പോൾ KSRTCക്ക് മാസം 90 കോടിയോളം രൂപ നഷ്ടമുണ്ടാകും എന്ന് പറയുമ്പോൾ മറുഭാഗത്തുള്ള സ്വകാര്യ ബസ്സുകളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. 2022 മെയ് മാസത്തിലാണ് സ്വകാര്യ ബസ് ചാർജ് വർദ്ധിപ്പിച്ചത്. 4 വർഷത്തിനകം സ്പെയർ പാർട്സുകൾക്കും ഇന്ധന വിലയിലും വർധനവുണ്ടായിട്ടും ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ചാർജ് വർദ്ധിപ്പിച്ചില്ല. ഡീസലിന് സബ്സിഡി നൽകണമെന്നാവശ്യപ്പെട്ടിട്ടും LDF സർക്കാർ നൽകിയില്ല. ഈ സാഹചര്യത്തിലാണ് ഇടുത്തി പോലെ സ്വകാര്യ ബസ് വ്യവസായത്തെ ഉന്മൂലനം ചെയ്യുന്ന പ്രഖ്യാപനം UDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നവയുഗ യാത്രയിലും നേതാക്കളെ കണ്ട് സ്വകാര്യ ബസ് വ്യവസായം നേരിടുന്ന പ്രതിസന്ധി അറിയിച്ചപ്പോൾ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് പറഞ്ഞവരാണ് UDF നേതാക്കന്മാർ. ഇതര സംസ്ഥാനങ്ങളിൽ പരീക്ഷിച്ച് പരാജയപ്പെട്ടതാണ് KSRTCയിലെ സൗജന്യ യാത്ര. സർക്കാർ സബ്സിഡി അനുവദിച്ചതുകൊണ്ടാണ് മിക്കയിടത്തും നഷ്ടം പരിഹരിക്കാനായത്. കേരളത്തെക്കാൾ ഏറെ വിസ്തീർണമുള്ള തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലൊക്കെ നികുതി വരുമാനം കൂടുതലാണ്. അതുകൊണ്ട് സർക്കാരിന് സബ്സിഡി നൽകാൻ കഴിയും. എന്നാൽ കേരളത്തിൽ KSRTCക്ക് മാത്രമായിരിക്കും സബ്സിഡി നൽകുക. സ്ത്രീകൾ കൂട്ടത്തോടെ KSRTC ബസ്സിലേക്ക് മാറുമ്പോൾ പുനർചിന്തനം നടത്താതെയും പ്രതിസന്ധിക്ക് പരിഹാരം കാണാതെയും ഇരുന്നാൽ സ്വകാര്യ ബസ് വ്യവസായം അന്യം നിന്നു പോകുമെന്നും ബസ് ഉടമകൾ പറയുന്നു. ഈ സാഹചര്യത്തിൽ സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനതല യോഗം ചേർന്ന് ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്ന് ബസ് ഉടമകൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ മന്ത്രിസഭാ തീരുമാനം. പദ്ധതിക്കായി പുറപ്പെടുവിച്ച എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദാക്കും. ഓഗസ്റ്റ് 31-ന് കാലാവധി അവസാനിക്കുന്ന എല്ലാ PSC റാങ്ക് ലിസ്റ്റുകളും നവംബർ 30 വരെ നീട്ടി. ഇന്ധന വില വർധനവ് തുടരുന്നു. 5 ദിവസത്തിനിടെ വീണ്ടും വർധനവ്. പെട്രോൾ ലിറ്ററിന് 95 പൈസയും ഡീസലിന് 96 പൈസയും വർദ്ധിപ്പിച്ചു. പ്രൊഫസർ R. ഗംഗാപ്രസാദിന്റെ സ്മരണയ്ക്കായുള്ള പുരസ്കാരം SP രവിക്ക്. 22,511 രൂപയും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. ഗംഗാപ്രസാദ് ഫൗണ്ടേഷന്റെയും CPIയുടെയും നേതൃത്വത്തിലാണ് അനുസ്മരണവും പുരസ്കാര വിതരണവും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.